ബ്രോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണോട്ടാ. നമ്മൾ എന്താണ് ഓണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, വൺസ് അപ്പോൺ എ ടൈം നമ്മുടെ കേരളം റൂൾ ചെയ്തിരുന്നത് മാവേലി എന്ന് പറയുന്ന ഒരു കിങ് ആണ്. മാവളി, ദാറ്റ്സ് ഹിസ് നെയിം, മാവളി. അപ്പം മാവളി ഇങ്ങനെ റൂൾ ചെയ്യുന്ന ടൈമിന് നമ്മുടെ കേരളത്തിൽ മൊത്തം ഹാപ്പിനെസ് ആണ്, ഈക്വലാണ്, നോ ഡിഫറൻസ്. മനസ്സിലായ? അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്കൈലിരിക്കുന്ന ഗോഡ്സില്ലേ, ദേവേന്ദ്രൻ, ദാറ്റ്സ് ഹിസ് നെയിം. അപ്പോൾ എനിക്ക് ഭയങ്കര ജലസിയായി. ഇവിടെ ഭയങ്കര ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ അവിടുന്ന് ഹൈറ്റ് കുറഞ്ഞൊരു ബഡീനെ എർത്തിലേക്ക് സെൻഡ് ചെയ്യണം. മനസ്സിലായ? അത് വാമനൻ എന്നാണ് ആ ബഡിയുടെ പേര്, വാമനൻ. വാമനൻ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ആക്ടിങ് ആണ്. അത്ത ടൈമിന് മാവലി ഇവിടെ ഒരു പൂജാ സെറിമണിയൊക്കെ നടത്തുന്ന ആ ഗ്യാപ്പിലാണ് വാമനൻ ഇവിടെ വരുന്നത്. വാമനൻ വന്നിട്ട് ഭയങ്കര ബെഗ്ഗിങ് ആണ്, ആക്ടിങ് ആണ്, ബെഗ്ഗിങ്. എനിക്കൊരു 3 feet സോയിൽ തരുമോ, ജസ്റ്റ് ഒന്ന് സിറ്റ് ചെയ്തിട്ട് പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. നമ്മുടെ മാവളി എന്ന് പറഞ്ഞാൽ ഡീസൻ്റ് ആണല്ലോ, ഭയങ്കര ഫ്രീ മാനാണ്. അപ്പോൾ കാരണം മാവളി പറഞ്ഞു ഓക്കെ ടേക്ക് ചെയ്തു. അത് ആ ടൈമിന് എന്ത് ഈ ചെറിയ പടിയുണ്ടല്ലോ വാമനൻ, അങ്ങനെ നിന്ന ടിപ്പിൽ ഗ്രോ ചെയ്യണം, അങ്ങനെ ടോളാവാണ്, ജയിൻ്റാവാണ്, എർത്തിനേക്കാൾ ബിഗാണ്. അപ്പോൾ ഫസ്റ്റ് ഫീറ്റിന് ഈ എർത്ത് കംപ്ലീറ്റ് ആയി, സെക്കൻഡ് ഫീറ്റിന് സ്കൈ കംപ്ലീറ്റ് ആയി, തേർഡ് ഫീറ്റ് വെക്കാൻ സ്പേസ് ഇല്ല. മനസ്സിലായേ? എവിടെ വേറെ സ്പേസ് അത്. അപ്പോൾ കാരണം മാവളി നീറ്റാണ്. മാവളി വന്നിട്ട് എന്ത് ചെയ്ത് ഈ ബാക്ക് ബോൺ ബെൻഡ് ചെയ്തിട്ട് ഹെഡ് അങ്ങ് ഷോ ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്തോളാം പറയും. അതാ മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെ കംപ്ലീറ്റ് കഥയും മനസ്സിലായി. അങ്ങനെ ലെഗ് വെച്ച് പ്രസ് ചെയ്യുന്ന ആ ടൈമിന് എർത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയാണ്. നമ്മുടെ മാവേലി അണ്ടർഗ്രൗണ്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആ മൊമെന്റിൽ ഈ വന്ന വാമനൻ ഒരു ഓഫർ കൊടുക്കുകയാണ്, ഇയർലി വൺസ് വന്ന് പീപ്പിളിനെ വിസിറ്റ് ചെയ്തിട്ട് പോകാണ്. അങ്ങനെ ഇയർലി വൺസ് വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ് ഓണം.